സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നിർമ്മിച്ച ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ കാടുകയറി മൂടി. ആദ്യമായി കേൾക്കുന്നതല്ല, പലയിടത്തുനിന്നും നമ്മൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഇപ്പോൾ സമൂഹ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്താണ് താലൂക്ക് ആശുപത്രിക്ക് സമീപം GST വകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങൾ നശിച്ചു പോകുന്നത്. കിടപ്പുമുറി, അടുക്കള, ഹാൾ, കുളിമുറി ഇവയെല്ലാമുള്ള ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച കെട്ടിടങ്ങളാണ് ഈ കാട് കയറി മൂടിക്കിടക്കുന്നത്. 20-ലധികം കെട്ടിടങ്ങളാണ് ഇവിടെ GST വകുപ്പിന് കീഴിലുള്ളത്. താമസം 4-5 എണ്ണത്തിൽ മാത്രം. ബാക്കിയെല്ലാം ഇതുപോലെ കാട് കയറി നാശത്തെ നേരിടുന്നു. പല കെട്ടിടങ്ങളുടെയും ജനൽ ചില്ലുകളും വാതിലുകളും തകർത്തിട്ടുണ്ട്. രാത്രികാലം കെട്ടിടങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ താവളം. ഇത് ഇപ്പോൾ അനാശാസ്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പാമ്പ് അടക്കമുള്ള ഇതിൻ്റെ വിരഹ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് തൊട്ടടുത്ത് താലൂക്ക് ആശുപത്രിയാണ്. അവിടെയുള്ള രോഗികൾക്ക് വരെ ഇത് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ദൂരദേശങ്ങളിൽ നിന്നും നെടുങ്കണ്ടത്ത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ അവർക്ക് താമസിക്കുവാനായി അപേക്ഷ നൽകിയാലും GST വകുപ്പ് കെട്ടിടം വിട്ടു നൽകില്ല. കാട് കയറി മൂടി കെട്ടിടം ഇടിഞ്ഞു വീണാലും മറ്റൊരു വകുപ്പിനും കൈമാറില്ലെന്ന നിലപാടിലാണ് GST. ഈ ലെയറിൽ തന്നെ 6 കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ക്വാർട്ടേഴ്സാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ താഴെയും 6 കുടുംബത്തിന് താമസിക്കാൻ പറ്റിയൊരു ക്വാർട്ടേഴ്സാണ്. ഇത് നശിച്ച് തരിപ്പണമായി കിടക്കുകയാണ്. ഇത് വേറെ 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാർ താമസ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർക്ക് ഇതൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോലും ഈ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കയറിക്കിടക്കാൻ ആരുമില്ലാത്ത കെട്ടിടം ചോർന്നൊലിക്കുന്നത് കണ്ട് ഇതിനു മുകളിൽ വീണ്ടും ലക്ഷങ്ങൾ മുടക്കി ഷീറ്റ് മേഞ്ഞു. എന്തിനാണെന്നല്ലേ? മറ്റൊന്നുമല്ല, കരാറുകാരന് പണമുണ്ടാക്കാൻ. ഒന്നുകിൽ കെട്ടിടം മറ്റേതെങ്കിലും വകുപ്പിന് കൈമാറണം, ഇല്ലായെങ്കിൽ ഇവ പൊളിച്ചു നീക്കി സാമൂഹ്യ വിരുദ്ധ ശല്യത്തിനെങ്കിലും പരിഹാരം കാണണമെന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. ചോർന്നൊലിക്കാത്ത ഒരു കൂരയ്ക്ക് കീഴിൽ അന്തിയുറങ്ങാൻ കൊതിക്കുന്ന ആയിരങ്ങളുള്ള നാട്ടിലാണ് കോടികൾ മുടക്കിയ ഇത്തരം സർക്കാർ മണിമന്ദിരങ്ങൾ കാട് കയറിയും സാമൂഹിക വിരുദ്ധരുടെ താവളവുമായി മാറുന്നത്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം നാട്ടുകാരടക്കം മുന്നോട്ട് വയ്ക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.